ഹലോ എവരിവൺ. ഏൺസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വാണ്ടം മെക്കാനിക്സിന്റെ സിലബസിൽ വരുന്ന ഏകദേശം അവസാനത്തെ പോർഷൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു PG ലെവൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ബേസിക്സ്, അതായത് അതിലോട്ടുള്ള ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് സിലബസിൽ. അപ്പൊ ആ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായും നോക്കൂ, ഐഗൺ വാല്യൂ. എന്താണ് ഐഗൺ വാല്യൂ, എന്താണ് ഐഗൺ ഫംഗ്ഷൻ, അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്, എന്തൊക്കെയാണ്, ഇത് മാത്രമല്ല എന്തൊക്കെയാണ് പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സിന്റെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണ് പറയുന്നത്, പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് ഐഗൺ വാല്യൂ ഈസ് എ പോസിബിൾ മെഷേർഡ് വാല്യൂ ഓഫ് എ ഫിസിക്കൽ ഒബ്സർവബിൾ. നമ്മള് പറഞ്ഞിരുന്നു ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഓരോ ഒബ്സർവ് ചെയ്യാവുന്ന ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേരാണ് ഒബ്സർവബിൾ. അതായത് പൊസിഷൻ, മൊമെന്റം, ഇതൊക്കെ എന്താണ്, ഒബ്സർവബിൾസ് ആണ്. ഈ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്ററുകൾ ഉണ്ട്. ഈ ഒബ്സർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ എന്താ പറയണത്, ഒരു ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ദ പോസിബിൾ മെഷേർഡ് വാല്യൂ. അപ്പൊ എങ്ങനെയാ ഈ മെഷർ ചെയ്യുക ക്വാണ്ടം മെക്കാനിക്സിൽ? ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ഒബ്സർവബിൾ ഉണ്ട്, അതിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? അതായത് ക്വാണ്ടം മെക്കാനിക്സിൽ വരുമ്പോൾ എ എന്ന വാല്യൂ ഓപ്പറേറ്റർ ആയിട്ട് മാറും, എ അല്ലെ, എ ക്യാപ് എന്ന ഓപ്പറേറ്റർ ആയിട്ട് മാറും. ഇത് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഒരു ഒബ്സർവബിൾ ആണ്. ക്വാണ്ടം മെക്കാനിക്സിലോട്ട് വരുമ്പോൾ അത് എ ക്യാപ് എന്നായി മാറും. ഇനി അതിന്റെ മെഷേർഡ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, എ ക്യാപ്പിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ആണ്. എക്സ്പെക്ടേഷൻ വാല്യൂ ആണ് എന്ന് പറയുന്നത്, മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ വാല്യൂ ആണ്. ആ മെഷേർഡ് വാല്യൂ എങ്ങനെ കാണുക? അതായത് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ഈസ് ഈക്വൽ സൈ എ സൈ ഡിവൈഡഡ് ബൈ സൈ സൈ. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇത് എന്ന് പറയുന്നത് ബ്രാ നൊട്ടേഷനും ഇതെന്താണ്, കെറ്റ് നൊട്ടേഷനുമാണ് അല്ലെ. ഇത് ബ്രാ നൊട്ടേഷനും ഇത് കെറ്റ് നൊട്ടേഷനുമാണ്. മൊത്തത്തിൽ ബ്രാക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു നൊട്ടേഷന്റെ എന്താ പറയാ സിംബോളിക് ആയിട്ടാണ് ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഒബ്സർവബിളിന്റെ മെഷേർഡ് വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്, ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ഈക്വൽ ടു സൈ എ സൈ, അതായത് കെറ്റ് സൈ ബ്രാ സൈ കെറ്റ് ബ്രാ സൈ എ കെറ്റ് സൈ ഡിവൈഡഡ് ബൈ, അതായത് നോർമലൈസേഷൻ കണ്ടീഷൻ ആണിത്, ബ്രാ സൈ കെറ്റ് സൈ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്യുക, ഒരു ഒബ്സർവബിളിനെ മെഷർ ചെയ്യുക. Eigenvalues are solutions to the eigenvalue equation, which is a matrix equation that corresponds to a quantum system. Eigenvalues എന്ന് പറയുന്നത് എന്താണ്, സൊല്യൂഷൻസ് ആണ്. ഐഗൺ വാല്യൂ ഇക്വേഷന്റെ സൊല്യൂഷനെയാണ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. അതെന്താണ്, അത് നമ്മുടെ ഓരോ ക്വാണ്ടം സിസ്റ്റത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഇക്വേഷനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ഒരു മെഷേർഡ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക, ഐഗൺ വാല്യൂ എന്ന് നമ്മൾ പറയാം. ഇനി എനർജി ലെവൽസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ എനർജി ലെവൽസ് എന്ന് പറയുന്നത്? ഐഗൺ വാല്യൂസ് ഓഫ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. നമ്മൾ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സിൽ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ഹാമിൽട്ടോണിയൻ എച്ച് അല്ലെ. ഹാമിൽട്ടോണിയൻ എച്ച് കറസ്പോണ്ട് ടു ദ അലൗഡ് എനർജി ലെവൽസ് ഓഫ് എ ക്വാണ്ടം സിസ്റ്റം. ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിന്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അതിന് ആ ക്വാണ്ടം സിസ്റ്റത്തിന് ഒക്യുപ്പൈ ചെയ്യാവുന്ന അലൗഡ് എനർജി ലെവൽസ് ഓഫ് എ ക്വാണ്ടം സിസ്റ്റം, അതാണ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഐഗൺ വാല്യൂസ് ഓഫ് എൻ ഓപ്പറേറ്റർ കറസ്പോണ്ട് ടു ദ പോസിബിൾ വാല്യൂ ഓഫ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി സച്ച് ആസ് മൊമെന്റം, പൊസിഷൻ ഓർ ആംഗുലാർ. ഐഗൺ വാല്യൂസ് ഓഫ് എൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, is correspond to the possible values of a physical property. ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് ഒക്യുപ്പൈ ചെയ്യാവുന്ന പോസിബിൾ വാല്യൂസ് സച്ച് ആസ് മൊമെന്റം, പൊസിഷൻ ഓർ ആംഗുലാർ മൊമെന്റം. മൊമെന്റം, പൊസിഷൻ ഓർ ആംഗുലാർ, അതായത് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് ഒക്യുപ്പൈ ചെയ്യാവുന്ന ഐഗൺ വാല്യൂസ്. ഓക്കെ,
നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്നുള്ള ഉദാഹരണമാണ് ഈ പറഞ്ഞിട്ടുള്ള പൊസിഷൻ, മൊമെന്റം, ആംഗുലാർ മൊമെന്റം എന്നൊക്കെ പറയുന്നത്. ഇനി എന്താണ് ഒബ്സർവബിൾസ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഗൺ വാല്യൂസ് ഓഫ് എൻ ഓപ്പറേറ്റർ കറസ്പോണ്ട് ടു ദ പോസിബിൾ മെഷേർഡ് വാല്യൂ ഓഫ് എൻ ഒബ്സർവബിൾ. ഒരു ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആ ഒബ്സർവബിളിന് ഒക്യുപ്പൈ ചെയ്യാവുന്ന മെഷേർഡ് വാല്യൂവിനെയാണ് നമ്മൾ ഐഗൺ വാല്യൂ സ്ലൈഡിൽ കണ്ടത്. ഒബ്സർവബിളും ഐഗൺ വാല്യൂവും എങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ് ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഐഗൺ വാല്യൂ ഇക്വേഷൻ ഈസ് എ മെട്രിക്സ് ഇക്വേഷൻ ദാറ്റ് കറസ്പോണ്ട്സ് ടു എ ക്വാണ്ടം സിസ്റ്റം. ഒരു ക്വാണ്ടം സിസ്റ്റത്തിന് കറസ്പോണ്ടന്റ് ആയിട്ട് വരുന്ന ഒരു മെട്രിക് ഇക്വേഷനെയാണ്, മെട്രിക്സ് ഇക്വേഷനാണ് എന്ത് വിളിക്കുക? ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് വിളിക്കുക. ഈ ഐഗൺ വാല്യൂ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുക? ഐഗൺ വാല്യൂ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? ഐഗൺ വാല്യൂസും കിട്ടും, അതുപോലെ തന്നെ ഐഗൺ വെക്ടേഴ്സും കിട്ടും. ഒരു ഓപ്പറേറ്ററിന്റെ ഒരു ഐഗൺ വാല്യൂ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പറേറ്ററിന്റെ ഐഗൺ വാല്യൂസും അതിന്റെ ഐഗൺ വെക്ടേഴ്സും കിട്ടും. ദ ഐഗൺ വാല്യൂസ് ഓഫ് ഹാമിൽട്ടോണിയൻ മെട്രിക്സ് കറസ്പോണ്ട് ടു ദ എനർജി ലെവൽസ് ദാറ്റ് ആർ ഒബ്സർവബിൾ ഇൻ ദ എക്സ്പെരിമെന്റ്. ഓക്കെ, അതായത് ഒരു ഹാമിൽട്ടോണിയൻ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൽ ഒക്യുപ്പൈ ചെയ്യാവുന്ന എനർജി ലെവലുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഐഗൺ വെക്ടേഴ്സ്. Eigen vectors are vectors that repeat themselves under matrix multiplication. നമുക്കത് മനസ്സിലാക്കാം. ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? They are vectors that repeat themselves. ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ സമയത്ത് റിപ്പീറ്റ് ചെയ്യുന്ന വെക്ടേഴ്സിനെയാണ് എന്ത് വിളിക്കുക? ഐഗൺ വെക്ടേഴ്സ് എന്ന് വിളിക്കുക. ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഐഗൺ വെക്ടേഴ്സ് കറസ്പോണ്ട് ടു ദ വേവ് ഫംഗ്ഷൻ. ഓരോ വേവ് ഫംഗ്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് അവിടെ. ഓക്കെ, ഇനി ഈ ഐഗൺ വാല്യൂ, ഐഗൺ ഫംഗ്ഷൻ, ഐഗൺ വാല്യൂ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെയാണ് നമ്മൾ ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് പറയുക. അതായത് ഓപ്പറേറ്റർ എ അവിടെ ഉണ്ട്. ഓപ്പറേറ്റർ എ സൈ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ സൈ ഓഫ് എക്സ് എന്ന് കിട്ടുന്ന ഈ ഒരു ഇക്വേഷൻ. ഇതിലെ ലാംഡ ഈസ് കോൾഡ് ഐഗൺ വാല്യൂ ഓഫ് ദ ഓപ്പറേറ്റർ എ. ലാംഡനെ വിളിക്കുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് ദ ഐഗൺ വാല്യൂ ഓഫ് ഓപ്പറേറ്റർ എ. അതാണ് ലാംഡ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഐഗൺ വാല്യൂ ഓഫ് ഓപ്പറേറ്റർ എ. ആൻഡ് ഓപ്പറന്റ് സൈ ഓഫ് എക്സ് ഈസ് ആൻ ഐഗൺ ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റർ എ. ഇവിടെ ഈ സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റർ എന്റെ ഐഗൺ ഫംഗ്ഷൻ ആണ്. ആൻഡ് ഐഗൺ വാല്യൂ ലാംഡ. ഐഗൺ വാല്യൂ ആണ് ലാംഡ എന്ന് പറയുന്നത്. ലാംഡ എന്ന് പറയുന്നത് ഐഗൺ വാല്യൂ ആണ് ഓപ്പറേറ്റർ എന്റെ. സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഐഗൺ ഫംഗ്ഷൻ ആണ് ഓപ്പറേറ്റർ എന്റെ. ഓക്കെ, ഇനി ഇപ്പൊ നോക്കൂ, ഉദാഹരണത്തിന് സൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു 2x തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ എൻ ഓപ്പറേറ്റർ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഡി സ്ക്വയർ ഇ റേസ് ടു 2x ആണ് അല്ലെ? ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് ഇ റേസ് ടു 2x എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 താഴെ വരും അല്ലെ? 2 ഇ റേസ് ടു എക്സ്. അതിനെ ഒന്നും കൂടി ചെയ്യണമല്ലോ. അപ്പൊ വീണ്ടും 2 വരും, 4 ഇ റേസ് ടു 2x എന്ന് വരും. ഇവിടെ 4 എന്ന് പറയുന്നതാണ് ഐഗൺ വാല്യൂ ഓഫ് ദ ഓപ്പറേറ്റർ. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് ആൻഡ് ഓപ്പറന്റ് ഇ റേസ് ടു 2x ഈസ് ദ ഐഗൺ ഫംഗ്ഷൻ ഓഫ് ദ ഓപ്പറേറ്റർ. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റർ. ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഡി ബൈ ഡി എക്സ്, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ, ഇതൊക്കെ എന്താണ്? ഓപ്പറേറ്റർ ആണ്. ഈ കേസിൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന ഓപ്പറേറ്റർ ഇ റേസ് ടു 2x എന്ന് പറയുന്ന ഐഗൺ ഫംഗ്ഷന്റെ മുകളിൽ പ്രവർത്തിക്കുന്നു. പ്രവർത്തിച്ചതിന് ശേഷം കിട്ടുന്ന റിസൾട്ട് ആണ് 4 ഇൻറ്റു ഇ റേസ് ടു 2x എന്ന് പറയുന്നത്. അപ്പൊ 4 എന്ന് പറയുന്നത് എന്താണ്? ഐഗൺ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ ഐഗൺ വാല്യൂ, ഐഗൺ ഫംഗ്ഷൻ ആൻഡ് ഐഗൺ വാല്യൂ ഇക്വേഷൻ ഒക്കെ റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെയാണ്. ഇനി വേറൊരു ഉദാഹരണം കൂടി നോക്കാം. സൈ ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷൻ. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ദെൻ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ സൈൻ എക്സിന്റെ മുകളിൽ പ്രവർത്തിക്കുന്നു. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓപ്പറേറ്റർ ആണ്. സൈൻ എക്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഐഗൺ ഫംഗ്ഷൻ അല്ലെ? അവിടെ കിട്ടുന്ന ഐഗൺ വാല്യൂ -1 ആണ്. പിന്നെ സൈൻ എക്സ് നമുക്ക് ഐഗൺ ഫംഗ്ഷനും കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഐഗൺ വാല്യൂ, ഐഗൺ ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഐഗൺ വാല്യൂ ഇക്വേഷൻ ഒക്കെ റെപ്രസെന്റ് ചെയ്യുക. ഇനി അപ്പൊ ഇതാണ് ഐഗൺ വാല്യൂ, ഐഗൺ ഫംഗ്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ PG ലെവൽ സിലബസിന്റെ ഒരു ക്വസ്റ്റിലോട്ട് നമ്മൾ കടന്നു എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓപ്പറേറ്ററുകളെ കുറിച്ചിട്ടും
അതായത് എസ്പെഷ്യലി ആംഗുലർ മൊമെന്റ് ഓപ്പറേറ്ററിനെ കുറിച്ചിട്ടും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. കാരണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ 5 പോസ്റ്റുലേറ്റ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നത്. ആ 5 പോസ്റ്റുലേറ്റ്സ് മനസ്സിലാക്കിയാൽ തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ ആംഗുലർ മൊമെന്റം നമ്മുടെ ഓപ്പറേറ്റേഴ്സ് അണ്ടർഗോ ചെയ്യുന്ന ഐഡന്റിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ 5 പോസ്റ്റുലേറ്റ്സ് ക്വാണ്ടം മെക്കാനിക്സിലുണ്ട്. ആ 5 പോസ്റ്റുലേറ്റ്സ് പഠിച്ചാൽ ക്വാണ്ടം മെക്കാനിക് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എങ്ങനെ പടുത്തുയർത്തുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പറയുക. അതില് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്, കറസ്പോണ്ടിങ് ടു ഡൈനാമിക്കൽ വേരിയബിൾ there exists ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ഒരു ഡൈനാമിക്കൽ വേരിയബിളിന് കറസ്പോണ്ടന്റ് ആയിട്ട്, കറസ്പോണ്ടന്റ് ടു ഡൈനാമിക്കൽ വേരിയബിൾ, അവിടെ എന്താണ്, ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. എനർജി വാല്യൂ എന്ന് പറയുന്നത് ഈസ് ദ ഐഗൺ വാല്യൂ ഓഫ് ദ ഡൈനാമിക്കൽ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി എനർജി വാല്യൂ അല്ലെങ്കിൽ മെഷേർഡ് വാല്യൂ, എനർജി വാല്യൂ അല്ലെങ്കിൽ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് ഐഗൺ വാല്യൂ ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് ഐഗൺ വാല്യൂ ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ഓരോ ഡൈനാമിക്കൽ വേരിയബിളിനും കറസ്പോണ്ടന്റ് ആയിട്ട് എന്താണ്, ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിന്റെ, അതായത് ആ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേറ്ററിന്റെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള മെഷേർഡ് വാല്യൂ അല്ലെങ്കിൽ എനർജി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഐഗൺ വാല്യൂ ഓഫ് ദ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. അതാണ് നമ്മുടെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്താ പറയുന്നത്, കറസ്പോണ്ടിങ് ടു എവറി ഫിസിക്കൽ സിസ്റ്റം there exists an abstract Hilbert space. ഓരോ, നമ്മൾ ഹിൽബർട്ട് സ്പേസ് എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഐഡന്റിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഫിസിക്കൽ സിസ്റ്റത്തിനും കറസ്പോണ്ടന്റ് ആയിട്ട് എന്താണ്, ഒരു ഹിൽബർട്ട് സ്പേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അത് മാത്രമല്ല, ആ ഹിൽബർട്ട് സ്പേസിൽ എന്താണ്, നമ്മൾ ഓരോ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം, ആ ഹിൽബർട്ട് സ്പേസിലെ ഒരു സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം at any instant is described by the vector in the Hilbert space. ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഏതൊരു സമയത്തും ഉണ്ടാകുന്ന സ്റ്റേറ്റ്, ആ സിസ്റ്റം t=5 സെക്കൻഡിലുള്ള, t=5 സെക്കൻഡിലുള്ള സ്റ്റേറ്റ് ആയിരിക്കും 10 സെക്കൻഡിൽ സ്റ്റേറ്റ് മാറുമല്ലേ. അപ്പൊ ആ സ്റ്റേറ്റുകളൊക്കെ റെപ്രസെന്റ് ചെയ്യണത് എങ്ങനെയാണ്, വെക്ടേഴ്സ് ഇൻ ദ ഹിൽബർട്ട് സ്പേസ്. They are represented as vectors in the Hilbert space എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ the operators that are corresponding to dynamical variables act as the state vector which gives the measured value. ഓക്കെ, അതായത് സിസ്റ്റം ഹിൽബർട്ട് സ്പേസ്, ഓരോ സിസ്റ്റത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹിൽബർട്ട് സ്പേസ് ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെന്റേഷനും എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് നമ്മുടെ മനസ്സിലാക്കി തരുന്നത്. ഇനി മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് നോക്കൂ, മെഷേർഡ് വാല്യൂ. ഒരു സിസ്റ്റത്തിന്റെ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത്, ഒരു സിസ്റ്റത്തിൽ നിന്ന് മെഷർ ചെയ്യാൻ സാധിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ആവറേജ് വാല്യൂ ഓഫ് ദ ഓപ്പറേറ്റർ ആണ്. ഒരു സിസ്റ്റത്തിൽ നിന്ന് മെഷർ ചെയ്യാവുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ആവറേജ് വാല്യൂ ഓഫ് ദ ഓപ്പറേറ്റർ ആണ് ഒരു സിസ്റ്റത്തിൽ മെഷർ ചെയ്യാവുന്ന വാല്യൂ എന്ന് പറയുന്നത്. ദിസ് ആവറേജ് വാല്യൂ ഓഫ് ദ ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് expectation value of operator A is equal to psi A psi divided by psi psi. This is the representation. Okay, ഇതാണ് നമുക്ക് എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത്. മെഷേർഡ് വാല്യൂ ആണ്. മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആണ്. അത് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് A is equal to brass i A xi divided by brass i xi എന്നാണ് നമ്മുടെ റെപ്രസെന്റേഷൻ. അതാണ് നമ്മുടെ മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്. നാലാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ഓപ്പറേറ്ററുകളെ കുറിച്ചിട്ടാണ്. അതായത് ഓപ്പറേറ്റേഴ്സ് അണ്ടർഗോ ചെയ്യുന്ന കുറച്ച് ഐഡന്റിറ്റീസ്, കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് എങ്ങനെയാണ് ഫോളോ ചെയ്യുക എന്നതാണ്. QI, PJ ഈസ് ഈക്വൽ ടു IH ക്രോസ് del IJ എന്നാണ്. QI PJ കനോണിക്കലി കോൺജുഗേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾ QI PJ ഈസ് ഈക്വൽ ടു എന്താണ്, IH ക്രോസ് ഡെൽറ്റ IJ. നമുക്ക് ഉദാഹരണങ്ങൾ കാണുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവേ.
അപ്പൊ അതുപോലെ ഫോളോ ചെയ്യുന്ന ഐഡന്റിറ്റിയാണ് ക്യു ഐ ക്യു ജെ. കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് ക്യു ഐ ക്യു ജെ ഈസ് ഈക്വൽ ടു 0 ആണ്. അതുപോലെ തന്നെ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് പി ഐ കോമ പി ജെ ഈസ് ഈക്വൽ ടു 0 ആണ്. ഇതൊക്കെ പഠിച്ചു വെക്കണേ, കാരണം നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയാണ് വരിക. ക്യു ഐ കോമ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എങ്കിൽ, ഫംഗ്ഷൻ പി ഐ ക്യു ഐ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ which is equal to IH cross del F divided by del PI എന്ന് വരും. അതുപോലെ തന്നെ പി ഐ കോമ എഫ് ഓഫ് പി ഐ ക്യു ഐ, പി ഐ അതായത് ക്യൂവും ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെ, പിയും ഫംഗ്ഷനും ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ എഫ് ബൈ ഡെൽ ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേറ്റർ റെപ്രസെന്റേഷൻസ് ആണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ഓപ്പറേറ്റേഴ്സ് റെപ്രസെന്റ് ചെയ്യുക, അതായത് ക്യു ഐ പി ജെ കനോണിക്കലി കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ക്യു ഐ കനോണിക്കൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വിശുദ്ധമായ എന്നാണ്, കനോണിക്കൽ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന പോസ്റ്റ്ലേറ്റ് 4 പറയുന്നത് ഓപ്പറേറ്റേഴ്സ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ റിലേഷനിൽ റെപ്രസെന്റ് ചെയ്യേണ്ടത് എന്നതാണ്. ദാറ്റ് ഇസ് ക്യു ഐ പി ജെ ഇസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഡെൽറ്റ ഐ ജെ ആൻഡ് ക്യു ഐ ക്യു ജെ ഇസ് ഈക്വൽ ടു 0. പി ഐ പി ജെ ഇസ് ഈക്വൽ ടു 0. then ക്യു ഐ കോമ എഫ് പി ഐ കോമ ക്യു ഐ ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ വന്നാൽ ഐ എച്ച് ക്രോസ് ഡെൽ എഫ് ബൈ ഡെൽ പി ഐ. പി ഐ കോമ എഫ് പി ഐ ക്യു ഐ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ എഫ്. അതാണ് ഓപ്പറേറ്റർ 4 റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഉദാഹരണം ഇപ്പൊ നോക്കാം. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ വന്നില്ലേ, നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പൊ എക്സ് കോമ പി ഇ റേസ് ടു മൈനസ് എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ. അതായത് ഇപ്പൊ നോക്കൂ, ഇവിടെ നമ്മളിപ്പോ ഇതിന് ഉദാഹരണമാണ് അല്ലെ, ഒരു ക്യു ഐ ഉണ്ട്, ഒരു ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ എന്താണ് വരിക, ഐ എച്ച് ക്രോസ് ഡെൽ എഫ് ബൈ ഡെൽ പി ഐ. അപ്പോ ഈസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഡെൽ ബൈ ഡെൽ പി ഓഫ് പി ഇ റേസ് ടു മൈനസ് പി എന്ന് വരും ഫംഗ്ഷൻ, ശരിയല്ലേ? ദാറ്റ് ഈസ് ഐ എച്ച് ക്രോസ് എന്ത് വരും, നമുക്ക് എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ എടുക്കണം അല്ലെ. ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്. സോ ഇതെങ്ങനെ വരും, ഇ റേസ് ടു മൈനസ് പി ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെ കിട്ടും അല്ലെ. ഇ റേസ് ടു മൈനസ് പി ഇ റേസ് ടു മൈനസ് പി ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഇ റേസ് ടു മൈനസ് പി പുറത്തെടുത്തു കഴിഞ്ഞാൽ 1 മൈനസ്. ഇങ്ങനെയാണ് ഈ നമ്മുടെ ഈ പറയുന്ന റെപ്രസെന്റേഷൻസ് നമ്മൾ, അതായത് ഓപ്പറേറ്ററും ഒരു നമ്മുടെ ഒരു വേരിയബിളും ഒരു ഫംഗ്ഷനും വരുമ്പോ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോ ഈ പറയുന്ന പൊസിഷന്റെയും മൊമെന്റത്തിന്റെയും 2 ഡിഫറെന്റ് റെപ്രസെന്റേഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേ വേണ്ടൂ, കാരണം അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ബുക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിലേക്ക് നമുക്ക് പോകണ്ട, ഞാൻ പറയാൻ കോമ്പറ്റീവ് എക്സാമിനാണല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് പൊസിഷൻ റെപ്രസെന്റേഷൻ, അതുപോലെ മൊമെന്റം റെപ്രസെന്റേഷൻ. എങ്ങനെയാണ് ഈ പറയുന്ന മൊമെന്റം റെപ്രസെന്റേഷനിൽ എങ്ങനെയാണ് ഈ മൊമെന്റത്തിനെയും പൊസിഷനെയും, അതായത് ക്യു ഐനെയും പി ഐനെയും എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കോർഡിനേറ്റ് റെപ്രസെന്റേഷനിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ മൊമെന്റം റെപ്രസെന്റേഷനിൽ പി ഐ എന്തെന്നെയായിരിക്കും, പി ഐ തന്നെയായിരിക്കും. ക്യു ഐ എന്ന് പറയുന്നത് ഐ എച്ച് ക്രോസ് ഡെൽ ബൈ ഡെൽ പി ഐ ആണ്. ക്യു ഐ ഇസ് ഇക്വൽ ടു ഐ എച്ച് ക്രോസ് ഡെൽ ബൈ ഡെൽ പി ഐ ആണ്. അതുപോലെ കോർഡിനേറ്റ് റെപ്രസെന്റേഷനും മൊമെന്റം റെപ്രസെന്റേഷനും ഉണ്ട്. അതുപോലെ കോർഡിനേറ്റ് റെപ്രസെന്റേഷനിൽ ക്യു ഐ will be equal to 2i, pi is equal to minus ih cross del by del 2i. So, ഈ representations ഒന്ന് നോക്കി വെക്കണം. That is qi is equal to 2i and pi is equal to minus ih cross del by del 2i in coordinate representation. In momentum representation, pi is equal to ti and qi is equal to plus, അതായത് ih cross del by del pi. ഇതിന്റെ റെപ്രസെന്റേഷൻസിന്റെ ആ ഒരു ഫോം, അതായത് കോർഡിനേറ്റ് പൊസിഷൻ റെപ്രസെന്റേഷനും മൊമെന്റ് റെപ്രസെന്റേഷനിലും എങ്ങനെയാണ് ക്യൂവും പി ഐ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. മൊമെന്റ് ആണെങ്കിൽ പി ഐ ആയിരിക്കും, ക്യു ഐ ഐ എച്ച് ക്രോസും ആയിരിക്കും. കോർഡിനേറ്റ് ആണെങ്കിൽ ക്യു ഐ ആയിരിക്കും, മൊമെന്റ് മൈനസ് ഐ എച്ച്
ഇത്രയൊന്ന് ഓർക്കുക. നമ്മൾ പറഞ്ഞത് നമ്മൾ ഇടയിൽ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് വേറെ കാര്യത്തിലോട്ട് പോയതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ നാലാമത്തെ പോസ്റ്റുലേറ്റ് ആണ്. നാലാമത്തെ പോസ്റ്റുലേറ്റ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഒരു കാര്യത്തിലോട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്, ഓരോ നമ്മുടെ ഈ പറയുന്ന ഒരു ഹാമിൽട്ടോണിയൻ, ഈ നമ്മുടെ ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഹാമിൽട്ടോണിയൻ ഒരു സിസ്റ്റത്തിന് ഒരു ഹാമിൽട്ടോണിയൻ എക്സിസ്റ്റ് ചെയ്യും. H is equal to E plus V എന്ന് പറയുന്ന ഒരു ഹാമിൽട്ടോണിയൻ റെപ്രസെന്റ് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ H is equal to Px square divided by 2m plus 1 by 2 plus 1 by 2 m omega square x square എന്നാണ് ഇവിടുത്തെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ട് h cap is equal to px square by 2m plus 1 by 2 m omega square x cap square അല്ലെ കറസ്പോണ്ടിങ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ ഇവിടെ h എന്ന് പറയുന്നത് മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m d സ്ക്വയർ ബൈ dx സ്ക്വയർ എന്ന് എഴുതാം. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് 1 by 2 m omega square x square എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിന്റെ 5 പോസ്റ്റുലേറ്റുകൾ എന്ന് പറയുന്നത്. ഇതാണ് 5 പോസ്റ്റുലേറ്റ് സെന്റൻസ് പഠിക്കാനായിട്ട് ഇമ്പോർട്ടന്റ്. അതിൽ എന്താണ് പറയണത്, എന്താണ് അതിന്റെ ഔട്ട്കം എന്ന് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അൺസർട്ടനിറ്റി റിലേഷനിൽ, ജനറൽ അൺസർട്ടനിറ്റി റിലേഷനിൽ എങ്ങനെയാണ് ഒരു അൺസർട്ടനിറ്റി ഇൻ ഒബ്സർവബിൾ ഇൻ ഓപ്പറേറ്റർ എ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അൺസർട്ടനിറ്റി ഇൻ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, അതായത് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ദ സ്ക്വയർ. ശ്രദ്ധിക്കണം, ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയറിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ മൈനസ് എന്റെ എക്സ്പെക്ടേഷൻ വാല്യൂന്റെ സ്ക്വയർ. അതുപോലെ തന്നെ ഇപ്പൊ ബി ആണെങ്കിലോ ഡെൽറ്റ ബി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ ബി സ്ക്വയർ, അതായത് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ബി സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ബി ദ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ എ അതുപോലെ ഡെൽറ്റ ബി റെപ്രസെന്റ് ചെയ്യുക. ഇത് നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് ഈ ഒരു പോയിന്റിൽ പറയാം, അതായത് ഡെൽറ്റ എ ഡെൽറ്റ ബി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താറിയാമോ, അൺസർട്ടൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് നമ്മൾ ഡെൽറ്റ എ ഡെൽറ്റ ബി റെപ്രസെന്റ് ചെയ്തു. ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 by 2 മോഡുലസ് ഓഫ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ദ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് എ കോമ ബി എന്നാണ് ഇവിടെ ഐഡന്റിറ്റി പറയുന്നത്. ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് നമ്മൾ പൊസിഷന്റെയും മൊമെന്റത്തിന്റെയും ഒക്കെ ഈ പറയുന്ന പോലത്തെ റിലേഷൻസും എല്ലാം കണ്ടുപിടിക്കേണ്ടത്. 1 by 2i എന്നുണ്ട്, 1 by 2i മോഡുലസ് വാല്യൂ ഓഫ് ദിസ്. ഓക്കെ, ഇതൊക്കെ ലേസറിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ് ഈ എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കുന്ന ഈ ഭാഗം എന്നൊക്കെ പറയുന്നത്. ഇനിഷ്യൽ സ്പെക്ട്രം ഒക്കെ ചെയ്യണ ഭാഗത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, മനസ്സിലാക്കി വെക്കുക ഈ ഒരു ഭാഗം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ 5 പോസ്റ്റുലേറ്റ്സും അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് മനസ്സിലാവേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ആണ്. ഓക്കെ, ഇനി നോക്കൂ, ഇപ്പോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം തന്നിരിക്കുന്നത്, ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് തന്നിരിക്കുന്നത്, ദിസ് ഈസ് എന്താണ്, കെറ്റിസൈ ആണോ ബ്രാസൈ ആണോ? കെറ്റിസൈ ഈസ് ഈക്വൽ ടു 1 by root 2a A1 plus 1 by root 3a2 plus CA3. എങ്ങാനും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് സി കണ്ടുപിടിക്കാൻ പറയാണ്. സൈ നോർമലൈസ്ഡ് ആണെങ്കിൽ, ഈ സൈ ഈസ് നോർമലൈസ്ഡ്, then find സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇവരുടെ സ്ക്വയർ ഒന്നുമില്ല, ബ്രാസൈ കെറ്റിസൈ സ്ക്വയർ, ബ്രാസൈ കെറ്റിസൈ കാണും നമ്മൾ അല്ലെ. അതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ പറയുന്ന ഈ ഫ്രണ്ടിലുള്ള നമ്മുടെ A1 എന്ന് പറഞ്ഞ ഇവരുടെ സ്ക്വയർ ആണ് നമ്മൾ എടുക്കുക, പ്രോബബിലിറ്റിയുടെ സ്ക്വയർ. അപ്പോ നമുക്കറിയാവുന്ന കാര്യം എന്താണ്, ഈ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണ്, അതായത് 1 by root 2 2 പ്രാവശ്യം വരും ഇല്ലേ. ഇത് കെറ്റിസൈ, ഇത് നമ്മൾ എഴുതിക്കുന്നത് കെറ്റിസൈ അല്ലേ. ബ്രാസൈ എഴുതുമ്പോ എങ്ങനെ വരും, ഇങ്ങനെ വരും. വീണ്ടും ബ്രാസൈ ഈസ് ഈക്വൽ ടു 1 by root 2
ബ്രാ A1 അല്ലെ, ബ്രാ A1 ഇവിടെ ബ്രാ A1 പ്ലസ് 1/√3 ബ്രാ A2 പ്ലസ് C ഇൻറ്റു ബ്രാ A3 ബ്രാ A3 ഇങ്ങനെ വരും. അപ്പൊ ഇത് രണ്ടും കൂടി ഗുണിച്ചെഴുതുമ്പോ, അതായത് ബ്രാക്കറ്റ് നൊട്ടേഷനിൽ വരുമ്പോ ഈ 1/√2 എത്ര പ്രാവശ്യം വരും? 2 പ്രാവശ്യം വരില്ലേ? 1/√2 2 പ്രാവശ്യം വരും, 1/√3 2 പ്രാവശ്യം വരും. നോർമലൈസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബ്രാ സൈഡ് HSIയുടെ വാല്യൂ 1 എന്നാണ് അതിന്റെ അർത്ഥം. ഈ ബ്രാസൈ HSI എങ്ങനെ കണ്ടുപിടിക്കുക? ഇതാണ് ബ്രാസൈ HSI, ഇതാണ്. അപ്പൊ നേരത്തെ അപ്പുറം എഴുതുക. ഈ 1/√2 2 പ്രാവശ്യം വന്നു, സിയും 2 പ്രാവശ്യം അല്ലെ. അപ്പൊ ടോട്ടലായിട്ട് ഈ വേവ് ഫംഗ്ഷൻ സൈ ഒരു നോർമലൈസ്ഡ് ആണെന്ന് പറയുമ്പോൾ 1/2 പ്ലസ് 1/3 പ്ലസ് C സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5/6 പ്ലസ് C സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. C സ്ക്വയർ ഈസ് ഈക്വൽ ടു -5/6 എന്ന് കിട്ടും അല്ലെ. അതുപോലെ തന്നെ C ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? C ഈസ് ഈക്വൽ ടു റൂട്ട് C ഈസ് ഈക്വൽ ടു 1/2 കുറച്ചല്ലേ നമ്മൾ ചെയ്തത്, 5/6 1/C ഈസ് ഈക്വൽ ടു റൂട്ട് 5/6. ഓക്കെ, അങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. C സ്ക്വയർ നമ്മളിവിടെ പ്ലസോ മൈനസോ മാറിപ്പോയോ? ഇവിടെ നമുക്ക് മൈനസ്, അതായത് പ്ലസ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. C ഈസ് ഈക്വൽ ടു റൂട്ട് 5/6 ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു സിയുടെ വാല്യൂ. നിങ്ങളിത് ഒരു എക്സാമ്പിൾ ആയി എടുത്ത് ഇതുപോലെ ഏത് വരികയാണെങ്കിലും നോർമലൈസ്ഡ് ആണ് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ഇതിനെ കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ പോസ്റ്റുലേറ്റ്സ് കണ്ടു, അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ്, എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഈ കമ്പ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ആംഗുലാർ മൊമെന്റം റെപ്രസെന്റ് ചെയ്യണത് L എന്ന അക്ഷരം കൊണ്ടാണ് ആംഗുലാർ മൊമെന്റം റെപ്രസെന്റ് ചെയ്യുക. ഈ കമ്പ്യൂട്ടേഷൻ റിലേഷൻസ് ഓഫ് ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ് അത് എല്ലായ്പ്പോഴും എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കേണ്ടതാണ്. നമുക്കിപ്പോ PG ലെവലിൽ ഒരു ഫസ്റ്റ് സിലബസ് ഉള്ളത് കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ആ ഭാഗത്തുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. ആംഗുലാർ മൊമെന്റം L എന്ന് പറയുന്നത് ഇറ്റ് ഈസ് R ക്രോസ് P ആണ്. എല്ലാ വെക്ടേഴ്സ് ആണ്. ആംഗുലാർ മൊമെന്റം L എന്ന് പറയുന്നത് R ക്രോസ് P ആണ് അല്ലെ. നമുക്ക് എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും? അതായത് എന്താണ് LX, LY, LZ, നമ്മൾ അത് എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ദാറ്റ് ഈസ് L ഈസ് ഈക്വൽ ടു R എന്ന് പറയുന്നത് എന്താണ്? XI പ്ലസ് YJ പ്ലസ് അല്ലെ. R എന്ന് പറയുന്നത് XI പ്ലസ് YJ പ്ലസ് ZK, ഇതാണ് R എന്ന് പറയുന്നത് അല്ലെ. പിന്നെ നമുക്ക് P എന്ന് പറയുന്നത് നമുക്ക് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? PXI പ്ലസ് PYJ പ്ലസ് PZK എന്ന് നമുക്ക് കിട്ടും. നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ IJK X Y Z then comes PX PY PZ, ഇങ്ങനെ കിട്ടും നമ്മുടെ L എന്ന് പറയുന്ന ഫാക്ടർ അല്ലെ. സോ അതിന് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിറ്റർമിനന്റ് വാല്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയും കോളും ഒഴിവാക്കുക അല്ലെ. നമുക്ക് എങ്ങനെ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യാൻ പറ്റുക? I ഇൻറ്റു ഫസ്റ്റ് റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ YPZ മൈനസ് ZPY എന്ന് കിട്ടും അല്ലെ. പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും, മൈനസ് J ഇൻറ്റു J ഇരിക്കുന്ന റോയും കോളും ഒഴിവാക്കുക. അപ്പോ XPZ അല്ലെ, XPZ മൈനസ് ZPX എന്ന് കിട്ടും. പ്ലസ് K ഇൻറ്റു K ഇരിക്കുന്ന റോയും കോളും ഒഴിവാക്കുക. സോ XPY മൈനസ് YPX എന്ന് കിട്ടും. ഇതില് ഈ ഐയുടെ കോയിഫിഷ്യന്റ് ആണ് എന്ത്? നമ്മുടെ LX. അതുപോലെ ജെയുടെ കോയിഫിഷ്യന്റ് ആണ് നമ്മുടെ LY. അതുപോലെ കെയുടെ കോയിഫിഷ്യന്റ് ആണ് നമ്മുടെ LZ എന്ന് പറയുന്നത്. LX, LY, LZ എന്താണത്? LX ഈസ് ഈക്വൽ ടു YPZ മൈനസ് ZPY. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ മതി. X ആണ് നമ്മൾ എഴുതണത്. അപ്പൊ റൊട്ടേറ്റ് ചെയ്തിട്ട് വരിക Y ആണ്. Pയുടെ താഴെ വരുന്നത് എന്താണ്? Z ആണ്. പിന്നെ ഇയാൾ വരും Z ഇൻറ്റു PY. ഇങ്ങനെയാണ് ആ റൊട്ടേഷൻ ചാർട്ട് വരുന്നത്. സോ LY ഈസ് ഈക്വൽ ടു എന്ത് വരും? Y അല്ലേ, അപ്പൊ Z വരും. ZPX മൈനസ് XPZ എന്ന് വരും അല്ലെ. LZ ഈസ് ഈക്വൽ ടു XPY മൈനസ് YPX എന്ന് വരും.
ഇനി നമുക്ക് ഓപ്പറേറ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ പി എക്സിന്റെ ഓപ്പറേറ്റർ നൊട്ടേഷൻ നമുക്ക് അറിയുന്നുണ്ടാവും മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ ബൈ ഡെൽ എക്സ് എന്നതാണ് പി എക്സിന്റെ ഓപ്പറേറ്റർ നൊട്ടേഷൻ എന്ന് പറയുന്നത്. പി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ ബൈ ഡെൽ എക്സ് ആണ്. അതുപോലെ തന്നെ പി വൈ നമ്മൾ അതുപോലെ തന്നെ എഴുതുകയാണെങ്കിൽ പി വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ ബൈ ഡെൽ വൈ ആണ്. പി ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ ബൈ ഡെൽ ഇസഡുമാണ്. നമ്മളിത് എൽ എക്സിനും എൽ വൈക്കും എൽ ഇസഡിനും ഈ നമ്മുടെ എക്സ് വൈ സെഡ് ഈ പറയുന്ന പി എക്സ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൽ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഐ എച്ച് ക്രോസ് ഇൻറ്റു വൈ ഡെൽ ബൈ ഡെൽ ഇസഡ് മൈനസ് ഇസഡ് ഇൻറ്റു മൈനസ് ഇസഡ് ഇൻറ്റു ഡെൽ ബൈ ഡെൽ വൈ എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ എൽ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് എൽ വൈ ഇസ് ഈക്വൽ ടു മൈനസ് വൈ ഐ എച്ച് ക്രോസ് ഇസഡ് ഡെൽ ബൈ ഡെൽ എക്സ് മൈനസ് എക്സ് ഡെൽ ബൈ ഡെൽ ഇസഡ് എന്ന് കിട്ടും. സിമിലർലി എൽ ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് എക്സ് ഡെൽ ബൈ ഡെൽ വൈ മൈനസ് വൈ ഡെൽ ബൈ ഡെൽ എക്സ് എന്ന് കിട്ടും. അപ്പൊ ഇതാണ് എൽ എക്സും എൽ വൈയും അതുപോലെ തന്നെ എൽ ഇസഡിന്റെയും നമ്മുടെ നൊട്ടേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എൽ എക്സിന്റെയും എൽ വൈയുടെയും എൽ ഇസഡിന്റെയും വാല്യൂസ് കണ്ടു. അതുപോലെ തന്നെ അതിന്റെ ഓപ്പറേറ്റർ നൊട്ടേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുമായി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ എൽ എക്സും എൽ വൈയും എൽ ഇസഡും കണ്ടു. അതിനൊന്ന് കോമൺ ആയിട്ട് ഞാൻ എൽ ഐ ഇസ് ഈക്വൽ ടു എപ്സലോൺ ഐ ജെ കെ എക്സ് ജെ പി കെ ഇങ്ങനെയാണ്. എൽ ഐ ഇസ് ഈക്വൽ ടു എപ്സലോൺ ഐ ജെ കെ എക്സ് ജെ പി കെ എന്ന് നമുക്ക് കോമൺ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. വേർ എപ്സലോൺ ഐ ജെ കെ ഇസ് ഈക്വൽ ടു പ്ലസ് വാല്യൂ ആയിരിക്കും. എപ്പോ വെൻ ഐ കോമ ജെ കോമ കെ ഈവൺ ആണെങ്കിൽ അതിന്റെ വാല്യൂ മൈനസ് ആയിരിക്കും. വെൻ ഐ കോമ ജെ കോമ കെ ഓഡ് ആണെങ്കിൽ അതിന്റെ എപ്സിലോൺ ഐ ജെ കെയുടെ വാല്യൂ 0 ആയിരിക്കും. വെൻ ഐ നോട്ട് ഈക്വൽ ടു ജെ അല്ലെങ്കിൽ ജെ അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു ജെ ഈസ് ഈക്വൽ ടു കെ ഈസ് ഈക്വൽ ടു ജെ ഈസ് ഈക്വൽ ടു കെ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഒരു വാല്യൂ ഈ എപ്സിലോൺ ഐ ജെ കെ എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ ടെൻസർ ആണ്, ഒരു സ്യൂഡോ ടെൻസർ ആണ് എപ്സിലോൺ ഐ ജെ കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് കോമൺ ആയിട്ട് എല്ലാതിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുക. അതൊക്കെ ഒന്ന് നോക്കി വെച്ചോണം, എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. കാരണം ആംഗുലർ മൊമെന്റ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്രോപ്പർട്ടി റെപ്രസെന്റേഷൻ ആണ്. അതുകൊണ്ടാണ്. ഇനി എങ്ങനെയാണ് ഈ ആംഗുലാർ മൊമെന്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? സോ എൽ ഐ എൽ ജെ ഈസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് എൽ കെ എന്നാണ്. എൽ ഐ എൽ ജെ ഈസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് എൽ കെ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. സോ എൽ എക്സ് കോമ എൽ വൈ, ഐക്കും ജെക്കും പകരം എക്സ് വൈ, എൽ എക്സ് കോമ എൽ വൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് എൽ ഇസഡ് എന്നാണ്. അതുപോലെ തന്നെ എൽ വൈ കോമ എൽ ഇസഡ് ഈസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് എൽ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെ എൽ ഇസഡ് കോമ എൽ എക്സ് ഈസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് എൽ വൈ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് എൽ എക്സും, അതായത് എല്ലിന്റെ ഒരു കമ്പോണന്റും വൈയുടെ ഒരു കമ്പോണന്റ്, എല്ലിന്റെ തന്നെ എക്സ് കമ്പോണന്റ് വൈ കമ്പോണന്റ് തമ്മിലുള്ള കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ തന്നെ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ എക്സ് സ്ക്വയർ പ്ലസ് എൽ വൈ സ്ക്വയർ പ്ലസ് എൽ ഇസഡ് സ്ക്വയർ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. സോ എൽ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ആംഗുലർ മൊമെന്റം സ്ക്വയർ ഏതെങ്കിലും ഒരു കമ്മ്യൂട്ടേഷൻ റിലേഷൻ ആയിട്ട് എൽ കെ ആയിട്ട് എൽ സ്ക്വയർ എൽ കെ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ് അവിടുത്തെ റെപ്രസെന്റേഷൻ വരിക. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആംഗുലർ മൊമെന്റവുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ എൽ സ്ക്വയർ എൽ എക്സിന്റെ വാല്യൂ എന്താണ്? എൽ സ്ക്വയർ എൽ എക്സിന്റെ വാല്യൂ 0 ആണ്.
അതുപോലെ തന്നെ എൽ സ്ക്വയർ, ഇതിനൊക്കെ സത്യത്തിൽ ഒരു പ്രൂഫ് ഉണ്ട്, നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇതിന്റെ ഐഡന്റിറ്റീസ് ഒന്ന് പഠിച്ചു പോവുക. എൽ സ്ക്വയർ എൽ വൈ ഇസ് ഇക്വൽ ടു 0. അതുപോലെ തന്നെ എൽ സ്ക്വയർ എൽ ഇസഡ്, അതിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? 0 ആണ്. അപ്പോ ഈ പറയുന്ന ആംഗുലാർ മൊമെന്റം ജെ, നമ്മളിപ്പോ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എൽ പറഞ്ഞു. പിന്നീടാണ് നമ്മൾ പുതിയൊരാളെ, ക്വാണ്ടം മെക്കാനിക്സ് കണ്ടുപിടിച്ച പുതിയൊരാളാണ് സ്പിൻ എന്ന് പറയുന്നത്. അയാൾക്ക് ക്ലാസിക്കൽ കൗണ്ടർ പാർട്ട് ഇല്ല. അതായത് ഇപ്പൊ പൊസിഷൻ എന്ന് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പറഞ്ഞാൽ, ക്വാണ്ടം മെക്കാനിക്സിൽ അത് പൊസിഷൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അങ്ങനെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു കൗണ്ടർ പാർട്ട്, അവിടെ ഒരാളില്ലാത്ത ഒരാളാണ് സ്പിൻ എന്ന് പറയുന്നത്. സ്പിൻ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഈ സ്പിന് ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് ആണ് ജെ എന്ന് പറയുന്നത്. ടോട്ടൽ ആംഗുലാർ മൊമെന്റം ജെ എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം പ്ലസ് സ്പിൻ ആംഗുലാർ മൊമെന്റം ആണ്. ഇനി അതിന്റെ കുറച്ച് റിലേഷൻസ് നമുക്ക് നോക്കാം. എൽ എക്സ് കോമ എൽ വൈ ഇസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ജെ, എൽ എക്സ് അല്ല ജെ എക്സ് ആണ്, ജെ എക്സ് കോമ ജെ വൈ, അതായത് ടോട്ടൽ ആംഗുലാർ മൊമെന്റം ജെ എക്സ് കോമ ജെ വൈ ഇസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ജെ ഇസഡ് ആണ്. ജെ എക്സ് കോമ ജെ വൈ ഇസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ജെ ഇസഡ് ആണ്. അതുപോലെ തന്നെ ജെ വൈ കോമ ജെ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ജെ എക്സ് ആണ്. അതുപോലെ തന്നെ ജെ ഇസഡ് കോമ ജെ എക്സ് ഇസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ജെ വൈ ആണ്. ഇതൊക്കെ ജെയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് ആണ്. ജെ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ആംഗുലാർ മൊമെന്റ് ആണ് ജെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജെ ക്രോസ് ജെയും എൽ ക്രോസ് എല്ലും അതും കൂടി ഒന്ന് നോക്കണം. ജെ ക്രോസ് ജെ എന്ന് പറയുന്നത് നമ്മൾ എൽ ക്രോസ് എൽ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഐ ജെ കെ ജെ എക്സ് ജെ വൈ ജെ ഇസഡ്, ജെ എക്സ് ജെ വൈ ജെ ഇസഡ്. ഇതൊക്കെ എങ്ങനെയാ സോൾവ് ചെയ്യാന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എച്ച് ക്രോസ് ഇൻറ്റു ജെ എക്സ് ഐ പ്ലസ് ജെ വൈ ജെ പ്ലസ് ജെ ഇസഡ് കെ എന്നാണ് വരിക. അപ്പൊ ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ക്യാപിറ്റൽ ജെ എന്ന് പറയുന്നതല്ലേ ജെ എക്സ് ഐ പ്ലസ് ജെ വൈ സെഡ് പ്ലസ് ജെ സെഡ് കെ, ഐ എച്ച് ക്രോസ് ജെ എന്ന് വരും. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിറ്റി ആണ്. ജെ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ജെ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ജെ എന്ന് പറയുന്നത്. ടോട്ടൽ ആംഗുലാർ മൊമെന്റം ജെ ആണ്. അതിൽ സ്പിൻ എന്ന് പറയുന്ന ഒരു ആളും കൂടി കടന്നു വന്നു. അതിൽ ഒരു ക്ലാസിക്കൽ കൗണ്ടർ പാർട്ട് ഇല്ല. ആ സ്പിന്നിന്റെ ഐഡന്റിറ്റീസ് നോക്കൂ. എസ് എക്സ് കോമ എസ് വൈ ഇസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് എസ് ഇസഡ് സൈക്ലിക്. സ്പിന്നിന്റെ നമ്മുടെ സ്പിന്നുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഐഡന്റിറ്റീസ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയി സ്പിന്നുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഐഡന്റിറ്റി ആണ് എസ് സ്ക്വയർ എസ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ആംഗുലാർ മൊമെന്റം എല്, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം എല്, സ്പിൻ ആംഗുലാർ മൊമെന്റം എസ്, അതുപോലെ തന്നെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ജെയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ നോക്കിയത്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് ഓരോന്നും നമുക്ക് ഒരു പ്രൂഫ് ഉണ്ട്, നമുക്ക് അതൊന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഐഡന്റിറ്റീസ് ഒന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണ് വേണ്ടത്. ഓക്കെ ആണേ. ഇനി നമുക്ക് അടുത്തത് ഈ ക്വാണ്ടം മെക്കാനിക്സിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ആയി ഏകദേശം. അതായത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക്സ്, അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിന്റെ പോസ്റ്റുലേറ്റുകള്, ആ പോസ്റ്റുലേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള്, ഓക്കെ, അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഐഡന്റിറ്റീസ് എല്ലാം നമ്മൾ നോക്കി. ഇനി ഇതിനെല്ലാം നമ്മൾ പെറുക്കി കൂട്ടിയിട്ട് എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എഴുതും അല്ലെ. ഒരു സിസ്റ്റത്തിന്റെ മോഷന്റെ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്താലല്ലേ അത് ശരിയാവുള്ളൂ. അപ്പൊ ഇക്വേഷൻസ് ഓഫ് മോഷൻ റെപ്രസെന്റ് ചെയ്യണത്, ആ ഇക്വേഷൻസ് ഓഫ് മോഷനെ ക്വാണ്ടം മെക്കാനിക്സിലെ പിക്ചേഴ്സ് എന്നാണ് പറയുക. എന്താണ്? പിക്ചേഴ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ് അതിനെ പറയുക, ഇക്വേഷൻസ് ഓഫ് മോഷനെ. യഥാർത്ഥത്തിൽ 3 പിക്ചറുകളാണുള്ളത്. ഒന്ന് ഷോഡിഞ്ചർ പിക്ചർ, ഒന്നെന്താണ് ഷോഡിഞ്ചർ പിക്ചർ, പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഹെയ്സൻബർഗ് പിക്ചർ. ഷോഡിഞ്ചർ പിക്ചർ, രണ്ടാമതായിട്ട് വരുന്നത് ഹെയ്സൻബർഗ് പിക്ചർ, മൂന്നാമതായിട്ട് വരുന്നത് ഇന്ററാക്ഷൻ പിക്ചർ. ഇതാണ് 3 പിക്ചേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലെ 3 പിക്ചേഴ്സ് ആണ് ഇത്. ഇതെന്തൊക്കെയാണ് സംഭവം നമുക്ക് നോക്കാം. ഷോഡിഞ്ചർ പിക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ സൈ ഓഫ് ടി എന്ന് മനസ്സിൽ കാണുക.
അതായത് സൈ ഓഫ് ടി എന്ന് പറയുന്നത് സ്റ്റേറ്റ് വെക്ടർ ആണ്. ആ സ്റ്റേറ്റ് വെക്ടർ എന്താണ്? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ചിത്രങ്ങളിൽ അല്ലെങ്കിൽ പിക്ചേഴ്സിൽ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനുള്ളത്. ഒന്ന് സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് വെക്ടർ, അതുപോലെ തന്നെ ഓപ്പറേറ്റർ എന്ന് പറയുന്ന എ, ഓപ്പറേറ്റർ എ. ഈ രണ്ടിന്റെയും ഇമ്പോർട്ടൻസ്, ഓപ്പറേറ്റർ എ, ഈ രണ്ടിന്റെയും ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. ഈ രണ്ടും എങ്ങനെ സ്വഭാവം, എങ്ങനെ പെരുമാറുന്നു. ഷ്രോഡിഞ്ചർ പിക്ചർ ആണെങ്കിൽ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് സൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. Psi is a function of t, it depends on time. And operator A does not depends on time. Operator A സമയമനുസരിച്ച് മാറുമോ? ഇല്ല, മാറില്ല. Depends. Does not depends on. Operator A does not depends on time. അതാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് ടി സമയത്തെ ഡിപ്പെൻഡ് ചെയ്യും. ഓപ്പറേറ്റർ എ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടൈം ആണ് നമ്മുടെ ഷ്രോഡിഞ്ചർ പിക്ചർ ആണെങ്കിൽ. ഇനി നമുക്ക് ഷ്രോഡിഞ്ചർ പിക്ചറിൽ എങ്ങനെയാണ് നമുക്കൊരു ഫംഗ്ഷൻ ഒരു നമ്മുടെ സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, get psi of t is equal to ut, t0 psi of t0. ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് വെച്ചാൽ, സിസ്റ്റം ഇനീഷ്യലി t is equal to t0 എന്ന സമയത്തായിരുന്നു സിസ്റ്റം. t0 എന്ന സമയത്തും സിസ്റ്റം എങ്ങോട്ട് പോയി? ടി എന്ന സമയത്തോട്ട് പോയി. അങ്ങനെ പോകുമ്പോ നമ്മുടെ ഒരു ഇടനിലക്കാരെന്നുള്ള പോലെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ് ഈ യു ഓഫ് ടി കോമ t0 എന്ന് പറയുന്നത്. അതിനെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ, ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ എന്നാണ് അതിനെ പറയുന്നത്. ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. ആ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്നത് നോക്കൂ, t0യിൽ നിന്ന് ടിയിലോട്ട് സിസ്റ്റം പോയി. തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എവിടുന്ന് എവിടുന്നുള്ളത് രണ്ടാമതാണ് വരിക, t0 to t, ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പൊ ഷ്രോഡിഞ്ചർ പിക്ചറിൽ നമ്മൾ എന്താ പറഞ്ഞത്? വേവ് ഫംഗ്ഷൻ സൈ ഓഫ് സൈ ഡിപ്പെൻഡ്സ് ഓൺ ടൈം, whereas ഓപ്പറേറ്റർ എ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടൈം. ഇനി ഹൈസൻബർഗ് പിക്ചറിലോട്ട് പോകാം. ഈ ഓരോ ചിത്രങ്ങളിൽ നിന്ന് പറയുന്നത് എന്താണ്? ഓരോ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ആണ്. ഹൈസൻബർഗ് പിക്ചറിലാണെങ്കിൽ ഓപ്പറേറ്റർ എ അല്ലെ, ഓപ്പറേറ്റർ എ വേരീസ് വിത്ത് ടൈം, ഓപ്പറേറ്റർ എ വേരീസ് വിത്ത് ടൈം. ആൻഡ് വേവ് ഫംഗ്ഷൻ സൈ എന്താണ്? സൈ ഒരു ഫ്രോസൺ സ്റ്റേറ്റിലാണ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടൈം. Wave function psi does not depend on time. Operator A varies with the time, whereas wave function psi does not depend on time in the case of the Heisenberg picture. Okay, അങ്ങനെയാണ് ഹൈസൻബർഗ് പിക്ചറിന്റെ കാര്യം. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ഹൈസൻബർഗ് പിക്ചറിന്റെ DAH/dt, ഹൈസൻബർഗ് is equal to 1 by IH cross, 1 by IH cross AH comma H, 1 by IH cross AH comma H. So DAH by DT is equal to 1 by IH cross AH comma H എന്നാണ് നമ്മുടെ ഈ ഹൈസൻബർഗ് പിക്ചറും. അതുപോലെ തന്നെ ഷ്രോഡിഞ്ചർ പിക്ചർ ആകുമ്പോൾ AHന് പകരം AS വരുന്നവൻ മാത്രം. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫോം നമുക്ക് അറിയണം. IH ക്രോസ് AH കോമ H എന്ന് റെപ്രസെന്റ് ചെയ്യാം. അടുത്തത് ഈ പറയുന്ന പോലെ ഇന്ററാക്ഷൻ പിക്ചർ ആണ്. ഇന്ററാക്ഷൻ പിക്ചറിൽ നമുക്ക് ഇപ്പൊ ഷ്രോഡിഞ്ചർ പിക്ചർ ആകുമ്പോൾ വേവ് ഫംഗ്ഷൻ സൈ ഡിപ്പെൻഡ്സ് ഓൺ ടൈം, സൈ ഓഫ് ടി. ഹൈസൻബർഗ് പിക്ചർ ആകുമ്പോൾ എ ഓഫ് ടൈം, ഓപ്പറേറ്റർ എ ഡിപ്പെൻഡ്സ് ഓൺ ടൈം. ഇനി ഇന്ററാക്ഷൻ പിക്ചറിൽ നമുക്ക് വരുന്നത് both the wave function and the operator, both of them depends on time. Okay, both of them depends on time. അതായത് wave function psi as well as ഓപ്പറേറ്ററും വേവ് ഫംഗ്ഷനും എന്താണ്? അത് രണ്ടും ഇവോൾവ്സ് ഇൻ ടൈം, രണ്ടും സമയം അനുസരിച്ച് മാറുന്നതാണ് നമ്മുടെ ഇന്ററാക്ഷൻ പിക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ആക്ച്വലി നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 3 പിക്ചറുകൾ എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെ നമ്മൾ ക്വാണ്ടം ഡൈനാമിക്സ് എന്നും വിളിക്കും. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ അല്ല, ഇക്വേഷൻസ് ഓഫ് മോഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഡൈനാമിക്സ്, ക്വാണ്ടം ഡൈനാമിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയാസും എന്ന് നമ്മൾ വിളിക്കും. ഇപ്പൊ ഈ ഇന്ററാക്ഷൻ പിക്ചറിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതണമെങ്കിൽ d/dt of AI of t is equal to 1 by IH cross AI of t, H0 എന്ന് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും.
അപ്പൊ ഇതാണ് നമ്മുടെ ഈ പറയുന്ന പിക്ചേഴ്സ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ആ പിക്ചേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി റെപ്രസെന്റേഷൻസ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. 3 representations or 3 types of equations of motion. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ഷ്രോഡിൻജർ മെത്തേഡ്. ഷ്രോഡിൻജർ എന്ന് പറയുമ്പോൾ തന്നെ സൈ ഓഫ് ടി എന്ന് മനസ്സിൽ വിചാരിക്കുക. അതുപോലെ ഹെയ്സൻബർഗ് പിക്ചർ. ഹെയ്സൻബർഗ് പിക്ചർ ഇതെല്ലാം സയന്റിസ്റ്റുകളുടെ പേരാ അല്ലെ? കാൽപ്പനികരായിരുന്ന 2 സയന്റിസ്റ്റുകളാണ് ഷ്രോഡിൻജറും ഹെയ്സൻബർഗും. ഷ്രോഡിൻജർ ഇക്വേഷൻസ് ഓഫ് മോഷനിലൂടെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയതിപ്പോ ഹെയ്സൻബർഗ് മെട്രിക്സ് ഫോർമിലാണ് അല്ലെ? കോമൺ മാന് കുറച്ചും കൂടി അറിയാവുന്ന മെട്രിക്സ് ഫോമിലാണ് അദ്ദേഹം എല്ലാം കണ്ടെത്തിയത്. ഹെയ്സൻബർഗ് എ ഓഫ് ടി ആണ്. പിന്നെ ഇന്ററാക്ഷൻ വരുമ്പോ ബോത്ത് സൈ ഓഫ് ടി ആസ് വെൽ ആസ് wave function psi as well as operator A, both of them is depending on the time factor. അപ്പൊ ഇങ്ങനെയാണ് ആക്ച്വലി 3 പിക്ചേഴ്സ് ക്വാണ്ടം മെക്കാനിക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി ഇപ്പൊ നമ്മള് ക്വാണ്ടം മെക്കാനിക്സിന്റെ ക്ലാസ്സുകൾ തുടങ്ങിയത് മുതൽ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ പരാജയങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തുകൊണ്ട് ഈ ഒരു ക്വാണ്ടം മെക്കാനിക്സ് എന്നൊരു ഫീൽഡിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു, വൈ ക്വാണ്ടം മെക്കാനിക്സ്, ആ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് വന്നപ്പോ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഹിൽബർട്ട് സ്പേസ് അല്ലെ? ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ്, അതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുലേറ്റ്സ് എന്താണ്, കുറെ സിസ്റ്റംസ് അതായത് ഹാർമോണിക് ഓസിലേറ്റർ അല്ലെ, നമ്മൾ അങ്ങനെ അതുപോലെ സിസ്റ്റംസ് കണ്ടുപിടിച്ചു പഠിച്ചു. പിന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഐഡന്റിറ്റീസ് നോക്കി, ആംഗുലർ മൊമെന്റം എല് എക്സ് ജെ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഐഡന്റിറ്റീസ് കണ്ടു അല്ലെ. അതുപോലെ തന്നെ ഈ ഐഡിയാസിനെ എല്ലാം, ഈ വെക്ടറുകളെയും ഓപ്പറേറ്ററുകളെയും ഐഗൺ വാല്യൂസിനെയും ഐഗൺ ഫംഗ്ഷൻസിനെയും എല്ലാം പരിധിക്കൂട്ടി നമ്മൾ എന്ത് ഫോം ചെയ്തു? ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇക്വേഷൻസ് ഓഫ് മോഷനെ വിളിക്കുന്ന പേര് പിക്ചേഴ്സ് എന്നാണ്. ആ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോം ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് എക്സാക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ് നമുക്ക് ഒരു വിട്ട കാര്യം. ബാക്കി ഇപ്പൊ ഏകദേശം എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യം സിലബസിൽ അതാകില്ല, കുറച്ചുകൂടി ഹയർ ആണ് ഇനിയും അത്. അപ്പൊ എക്സാക്ട് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ്, അതുപോലെ എക്സാക്ട് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ്, ആ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്രോക്സിമേഷൻ മെത്തേഡുകൾ. What are approximation methods? Time dependent അതുപോലെ time independent approximation methods. അത് നമുക്ക് ആവശ്യമില്ല. ടൈം ഇൻഡിപെൻഡന്റ് അപ്രോക്സിമേഷൻ മെത്തേഡ്സും അതുപോലെ തന്നെ ടൈം ഡിപെൻഡന്റ് അപ്രോക്സിമേഷൻ മെത്തേഡ്സ്. ഇത്രയാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളും ഐഡന്റിറ്റീസും ഒക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പുതിയ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.